പകര ഉസ്താദ് എന്താ ഇതേപോലെ ഹോസ്പിറ്റലിൽ പോകുന്നതിനെ കുറിച്ച് പറഞ്ഞത്? ഇവരുടെ കൂട്ടത്തിലുള്ള ഒരു പ്രമുഖനാണ്. ഒരു പ്രാഥമിക അറിവുകളുമില്ല. ഒരു ചെറിയ അസുഖമായ ഓടി ഹോസ്പിറ്റലിലേക്ക്, ഗർഭിണിയാൽ ഓടി ഹോസ്പിറ്റലിലേക്ക്. ഈ ആന പേരുണ്ട്, എന്നിട്ട് വല്ല ഹോസ്പിറ്റലിലേക്ക് പോകണ്ട. ഏത് ഹോസ്പിറ്റലാ പറ്റത്? ആനന്റെ പ്രസവത്തിന് അത്ര അടങ്ങറുത്ത പ്രസവം വേറെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാണ്. സുബ്ഹാനല്ലാഹ്, ഇന്ന് വരെ ഹോസ്പിറ്റലിൽ പറ്റിട്ടില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹ് 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 അല്ലാഹ്. പൂച്ച 6 പെറുന്ന്, ആട് പെറുന്ന് 2, 3, 4. നായ 3 മാസം പെറുന്നു. ഇന്ന് വരെ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല. ഗർഭം ഒരു രോഗമല്ല. അതായത് ഇപ്പോഴും മനുഷ്യന്റെ പരിണാമപരമായിട്ട് മനുഷ്യൻ എങ്ങനെ ഈ ഒരു അവസ്ഥയിലേക്ക് വന്നുവെന്നും മനുഷ്യന്റെ ഇടുപ്പെല്ലാം എങ്ങനെ ചെറുതായെന്നും ഇതിനെക്കുറിച്ചൊരു ധാരണയൊന്നുമില്ല. കാരണം മറ്റേ മണ്ണ് വഴച്ചുണ്ടാക്കിയ മനുഷ്യനെ ആണല്ലോ അവർക്ക് ആകെ പരിചയമുള്ളത്. അതാകുമ്പോൾ അള്ളാഹു പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെന്ന് എഴുതിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, പട്ടിയും പൂച്ചയൊക്കെ പ്രസവിക്കുന്നുണ്ട്, അതുപോലെ ഇതൊരു രോഗമൊന്നുമല്ല, ശരിക്കും പ്രസവ രോഗമൊന്നുമല്ല, അങ്ങനത്തെ അഭിപ്രായമൊന്നുമില്ല. പക്ഷേ ഇതേപോലെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുമ്പോൾ ഒരു വൈദ്യ സഹായം ആ വിഷയത്തിൽ നേടണമെന്നും ആ കോംപ്ലിക്കേഷൻ ഉണ്ടാകുമ്പോൾ അങ്ങനത്തെ സഹായത്തിലേക്ക് പോകണമെന്നും അങ്ങനെ പോലും ചിന്തിക്കാൻ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ എടുത്തു ഓടും എന്നൊക്കെ പറഞ്ഞ് വൈദ്യസഹായം തേടുന്നതിനെ തടയുകയാണ് ഇതുപോലുള്ള സാമൂഹ്യ വിരുദ്ധര്. ശരിക്കും പറഞ്ഞാൽ വേറെ പേരാ വിളിക്കേണ്ടത്. ഇവർ മനുഷ്യരെ കൊലയ്ക്ക് കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? സത്യം പറഞ്ഞാൽ ഒന്ന് ആലോചിക്ക്. ഇവർ കൊലയ്ക്ക് കൊടുക്കുന്ന ഇതേപോലുള്ള സാധനങ്ങൾ അതൊന്നും കുഴപ്പമില്ല, എല്ലാം മറ്റേ വിധിയുടെ വിളയാട്ടം എന്ന് പറഞ്ഞിട്ട് ചികിത്സ തടയുന്ന ഇതുപോലുള്ള സാമൂഹ്യ വിരുദ്ധരെ നമ്മൾ വെറും മണ്ടന്മാരാണെന്ന് പറഞ്ഞ് അന്ധവിശ്വാസമല്ലേ എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയുമോ? എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ ഇവിടുത്തെ ഭരണകൂടം ശരിക്കും ഇതുപോലുള്ള ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് വരെ ശിക്ഷിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.